ഹായ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു കറി റെഡിയാക്കി എടുക്കാം. ഈ ഒരു കറി അപ്പത്തിനൊപ്പം, ചോറിനൊപ്പം, അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട, എല്ലാ ടൈപ്പും ഐറ്റംസിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു കറിയാട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് 2 സവാള, 3 തക്കാളി, ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, നമ്മൾ ഒട്ടും ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഗരം മസാലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് ഈ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ ഒന്നിച്ചായിട്ട് നമ്മൾ വാട്ടിയെടുക്കുന്നത്. ഒന്നിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുന്നത്. ഇത് വാടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൊരിച്ചെടുക്കാം. പക്ഷേ ഇത് ഞാൻ വാടിയ പോലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ 3 തക്കാളി മിക്സിയിലൊന്ന് അടിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ഒന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയപ്പോൾ ഇതിൻ്റെ സ്റ്റിമ്മ് കുറച്ച് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് 1 മുട്ട കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട്, 1 മുട്ട മാത്രം, ആ 1 മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ. ഇതിൽ തക്കാളിയൊക്കെ അതിൽ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതിരുന്നത്. പെട്ടെന്നൊക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഈ ഒരു എഗ്ഗ് കറി. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും